നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. +1 ജോഗ്രഫി ഫോക്കസ് ഏരിയയിൽ നിന്നും PSCക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ്. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫോക്കസ് ഏരിയയുടെ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്താണ് വേലികൾ. മുഖ്യമായും സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് 1-2 തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. മുഖ്യമായും സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് 1-2 തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. കാലാവസ്ഥ നിയന്ത്രിതമായി ഉണ്ടാകുന്ന സമുദ്രജല ചലനങ്ങളെ സർജസ് എന്നാണ് വിളിക്കുന്നത്. കാലാവസ്ഥ നിയന്ത്രിതമായി ഉണ്ടാകുന്ന സമുദ്രജല ചലനങ്ങളെ സർജസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വേലികൾ? മുഖ്യമായും സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് 1-2 തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. കാലാവസ്ഥ നിയന്ത്രിതമായി ഉണ്ടാകുന്ന സമുദ്രജല ചലനങ്ങളെ സർജസ് എന്നാണ് വിളിക്കുന്നത്. സർജസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, വേലികളുടെ രൂപീകരണം നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ചന്ദ്രന്റെയും ഒരളവ് വരെ സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ. വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലമാണ് ചന്ദ്രന്റെയും ഒരളവ് വരെ സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ. ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവും മൂലം ഭൂമിയിൽ ഒരേ സമയം 2 ഇടങ്ങളിൽ വേലിയേറ്റം ഉണ്ടാകുന്നു. അതായത് ചന്ദ്രന് അഭിമുഖമായ ദിശയുടെ ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത വശത്ത് അപകേന്ദ്ര ബലത്താലും വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. ഗുരുത്വാകർഷണ ബലവും അപകേന്ദ്ര ബലവും മൂലം ഭൂമിയിൽ ഒരേ സമയം 2 ഇടങ്ങളിൽ വേലിയേറ്റം ഉണ്ടാകുന്നു. ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത ഭാഗത്ത് അപകേന്ദ്ര ബലത്താലും വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയുന്നു. എന്താണ് വേലികൾ? സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് 1-2 തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. ചന്ദ്രന്റെയും ഒരളവ് വരെ സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ. ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്ത് ഗുരുത്വാകർഷണ ബലത്താലും വിപരീത ഭാഗത്ത് അപകേന്ദ്ര ബലത്താലും വേലികൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ് പറയുന്നു, എന്താണ് വേലിയേറ്റ പ്രവാഹങ്ങൾ? ദ്വീപുകൾക്കിടയിലൂടെയോ ഉൾക്കടലുകളിലേക്കോ അഴിമുഖങ്ങളിലേക്കോ വേലിയേറ്റ ജലം ഒഴുകുന്നതിനെ വേലിയേറ്റ പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നു. ദ്വീപുകൾക്കിടയിലൂടെയോ ഉൾക്കടലുകളിലേക്കോ അഴിമുഖങ്ങളിലേക്കോ വേലിയേറ്റ ജലം ഒഴുകുന്നതിനെ വേലിയേറ്റ പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നു. കാനഡയിലെ നോവ സ്കോട്ടിയയിലുള്ള ഫണ്ടി ഉൾക്കടലിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. നോട്ട് ചെയ്യണം, ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള വേലിയേറ്റം ഉണ്ടാകുന്നത് ഫണ്ടി ഉൾക്കടലിലാണ്. ഫണ്ടി ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ്. എന്താണ് വേലിയേറ്റ പ്രവാഹങ്ങൾ? ദ്വീപുകൾക്കിടയിലൂടെയോ ഉൾക്കടലുകളിലേക്കോ അഴിമുഖങ്ങളിലേക്കോ വേലിയേറ്റ ജലം ഒഴുകുന്നതിനെ വേലിയേറ്റ പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഏറ്റവും വലിയ വേലിയേറ്റ പ്രവാഹം ഉണ്ടാകുന്നത് ഫണ്ടി ഉൾക്കടലിലാണ്. കാനഡയിലാണ് ഫണ്ടി ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നു, വിവിധ തരം വേലിയേറ്റങ്ങൾ. ഫസ്റ്റ് വൺ, അർദ്ധ ദൈനിക വേലിയേറ്റങ്ങൾ. പ്രതിദിനം 2 വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നതാണ് അർദ്ധ ദൈനിക വേലികൾ. സാധാരണയായി കണ്ടുവരുന്നത് അർദ്ധ ദൈനിക വേലികളാണ്. തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരമായിരിക്കും. അർദ്ധ ദൈനിക വേലികളുടെ പ്രത്യേകതയാണ് പ്രതിദിനം 2 വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നു. സാധാരണയായി കണ്ടുവരുന്ന വേലികളാണ് അർദ്ധ ദൈനിക വേലികൾ. തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരമായിരിക്കും. നെക്സ്റ്റ് പറയുന്നു, ദൈനിക വേലികൾ. പ്രതിദിനം ഒരു വേലിയേറ്റവും ഒരു വേലിയിറക്കവും മാത്രം ഉണ്ടാകുന്നതാണ് ദൈനിക വേലികൾ. തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരത്തിലായിരിക്കും. ദൈനിക വേലികൾ പറയുന്നത് പ്രതിദിനം ഒരു വേലിയേറ്റവും ഒരു വേലിയിറക്കവും മാത്രമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, മിശ്രവേലികൾ. ഉയരത്തിൽ വ്യതിയാനങ്ങളുള്ള വേലികളാണ് മിശ്രവേലികൾ. ഉയരത്തിൽ വ്യതിയാനമുള്ള വേലികളാണ് മിശ്രവേലികൾ.
അർദ്ധ ദൈനിക വേലിയിലും ദൈനിക വേലിയിലും തുടർച്ചയായ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഉയരമായിരിക്കും. എന്നാൽ മിശ്രവേലിയിൽ ഉയരത്തിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. മിശ്രവേലിക്ക് ഉദാഹരണം വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിലെ പല ദ്വീപുകളിലും ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിലെ പല ദ്വീപുകളിലും ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ മിശ്രവേലികളാണ്. പ്രതിദിനം 2 വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നതാണ് അർദ്ധ ദൈനിക വേലികൾ. പ്രതിദിനം ഒരു വേലിയേറ്റവും ഒരു വേലിയിറക്കവും മാത്രം ഉണ്ടാകുന്നതാണ് ദൈനിക വേലികൾ. ഉയരത്തിൽ വ്യതിയാനങ്ങളുള്ള വേലികളാണ് മിശ്രവേലികൾ. മിശ്രവേലി കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിലെ പല ദ്വീപുകളിലും. നെക്സ്റ്റ് പറയുന്നു, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം അടിസ്ഥാനമാക്കി വേലികളെ 2ആയി തരംതിരിക്കാം. അവ വാവുവേലികൾ, സപ്തമി വേലികൾ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം അടിസ്ഥാനമാക്കി വേലികളെ 2ആയി തരംതിരിക്കാം. അവ വാവുവേലികൾ, സപ്തമി വേലികൾ. വാവുവേലികൾ നോക്കാം. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് വാവുവേലികൾ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് വാവുവേലികൾ. മാസത്തിൽ 2 തവണ വാവുവേലികൾ ഉണ്ടാകുന്നു. വേലിയേറ്റങ്ങളുടെ ഉയരം വളരെ കൂടുതലായിരിക്കും. ശക്തിയേറിയ വേലിയേറ്റമാണ് വാവുവേലികൾ. പ്രത്യേകതകളാണ്: സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് വാവുവേലികൾ. മാസത്തിൽ 2 തവണയാണ് വാവുവേലികൾ ഉണ്ടാകുന്നത്. അതായത് പൗർണമിയിലും അമാവാസിയിലുമാണ് വാവുവേലികൾ ഉണ്ടാകുന്നത്. വേലിയേറ്റങ്ങളുടെ ഉയരം വളരെ കൂടുതലായിരിക്കും. ശക്തിയേറിയ വേലിയേറ്റങ്ങളാണ് വാവുവേലികൾ. വേലിയേറ്റങ്ങളുടെ ഉയരം വളരെ കൂടുതലായിരിക്കുന്നതാണ് വാവുവേലികൾ. ശക്തിയേറിയ വേലിയേറ്റമാണ് വാവുവേലികൾ. നെക്സ്റ്റ്, സപ്തമി വേലികൾ. ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനം മട്ടകോണിലാകുമ്പോൾ സപ്തമി വേലികൾ ഉണ്ടാകുന്നു. ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനം മട്ടകോൺ അഥവാ 90 ഡിഗ്രി ആംഗിളിൽ എത്തുമ്പോൾ സപ്തമി വേലികൾ ഉണ്ടാകുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം മട്ടകോണിലാകുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ബലങ്ങൾ ഒന്നിനൊന്ന് എതിരായി പ്രവർത്തിക്കുകയും സൂര്യന്റെ ഗുരുത്വാകർഷണം ചെലുത്തുന്ന എതിർബലം മൂലം ചന്ദ്രൻ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ ദുർബലപ്പെടുകയും ചെയ്യുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം 90 ഡിഗ്രിയിലാകുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ബലങ്ങൾ ഒന്നിനൊന്ന് എതിരായി പ്രവർത്തിക്കുന്നു. ഇതിന്റെ ഫലമായി സൂര്യന്റെ ഗുരുത്വാകർഷണം ചെലുത്തുന്ന എതിർബലം മൂലം ചന്ദ്രൻ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ ദുർബലപ്പെടുകയും ചെയ്യുന്നു. വാവുവേലികൾക്കും സപ്തമി വേലികൾക്കും ഇടയിൽ പൊതുവെ 7 ദിവസത്തിന്റെ ഇടവേള ഉണ്ടായിരിക്കും. വേലിയേറ്റങ്ങളുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. സപ്തമി വേലിയേറ്റങ്ങളുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. പൊതുവെ ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് സപ്തമി വേലികൾ. ശക്തി കൂടിയ വേലിയേറ്റങ്ങളാണ് വാവുവേലികൾ. ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് സപ്തമി വേലികൾ. ഒന്നുകൂടി പറയാം, എന്താണ് വാവുവേലികൾ? സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് വാവുവേലികൾ. മാസത്തിൽ 2 തവണയാണ് വാവുവേലികൾ ഉണ്ടാകുന്നത്. പൗർണമിയിലും അമാവാസി ദിവസങ്ങളിലുമാണ് വാവുവേലികൾ ഉണ്ടാകുന്നത്. വേലിയേറ്റങ്ങളുടെ ഉയരം വളരെ കൂടുതലായിരിക്കും. ശക്തിയേറിയ വേലിയേറ്റമാണ് വാവുവേലികൾ. നെക്സ്റ്റ് പറഞ്ഞു, സപ്തമി വേലികൾ. ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനം 90 ഡിഗ്രിയിലാകുമ്പോൾ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളാണ് സപ്തമി വേലികൾ. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം 90 ഡിഗ്രിയിലാകുന്നതിന്റെ ഫലമായി സൂര്യന്റെയും ചന്ദ്രന്റെയും ബലങ്ങൾ ഒന്നിനൊന്ന് എതിരായി പ്രവർത്തിക്കുകയും സൂര്യന്റെ ഗുരുത്വാകർഷണം ചെലുത്തുന്ന എതിർബലം മൂലം ചന്ദ്രൻ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ ദുർബലപ്പെടുകയും ചെയ്യുന്നു. വാവുവേലികൾക്കും സപ്തമി വേലികൾക്കും ഇടയിൽ പൊതുവെ 7 ദിവസത്തിന്റെ ഇടവേളയാണ് ഉണ്ടാകുന്നത്. വേലിയേറ്റങ്ങളുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. സപ്തമി വേലിയേറ്റങ്ങളുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. പൊതുവെ ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങളാണ് സപ്തമി വേലികൾ. നെക്സ്റ്റ് പറയുന്നു, എന്താണ് പെരിജി? ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നതാണ് പെരിജി. ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നതാണ് പെരിജി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ സമയത്ത് വേലിയിറക്കങ്ങൾ കൂടുതൽ ശക്തമാണ്. വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്നതാണ് പെരിജി. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അകലെയാകുന്നതാണ് അപ്പോജി.
ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയോട് ഏറ്റവും അകലെയാകുന്നതാണ് അപ്പോജി. വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം കുറയുന്നു. വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നത് പെരിജിയും വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾ തമ്മിലുള്ള അന്തരം കുറയുന്നത് അപ്പോജിയും. നെക്സ്റ്റ് പറയുന്നു പെരിഹീലിയൻ. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്താകുന്ന ദിവസമാണ് പെരിഹീലിയൻ. പെരിഹീലിയൻ ദിനമാണ് ജനുവരി 3. നോട്ട് ചെയ്യണം, ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്താകുന്ന ദിവസമാണ് പെരിഹീലിയൻ ഡേ. പെരിഹീലിയൻ ഡേ ജനുവരി 3. പെരിഹീലിയൻ ദിനങ്ങളിൽ സാധാരണയായി നിന്നും വ്യത്യസ്തമായി വേലിയേറ്റങ്ങൾ കൂടുതൽ ഉയരത്തിലും വേലിയിറക്കങ്ങൾ കൂടുതൽ താഴ്ചയിലും കാണപ്പെടുന്നു. നെക്സ്റ്റ് അബ്ഹീലിയൻ. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അകലെയാകുന്ന ദിനമാണ് അബ്ഹീലിയൻ ദിനം. അബ്ഹീലിയൻ ദിനം ജൂലൈ 4. ഈ ദിവസങ്ങളിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾ തമ്മിലുള്ള അന്തരം ഏറ്റവും കുറവായിരിക്കും. വേലിയേറ്റ വേലിയിറക്കങ്ങൾ തമ്മിലുള്ള അന്തരം ഏറ്റവും കൂടുതലായിരിക്കുന്നത് പെരിഹീലിയൻ ദിനത്തിലും വേലിയേറ്റ വേലിയിറക്കങ്ങൾ തമ്മിലുള്ള അന്തരം ഏറ്റവും കുറവായിരിക്കുന്നത് അബ്ഹീലിയൻ ദിനത്തിലുമാണ്. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്താകുന്ന ദിനമാണ് ജനുവരി 3. ഈ ദിവസം പെരിഹീലിയൻ ദിനം എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അകലെയാകുന്ന ദിനമാണ് ജൂലൈ 4. ഇതാണ് അബ്ഹീലിയൻ ദിനം. നെക്സ്റ്റ്, ഒരു വേലിയേറ്റത്തിൽ നിന്നും വേലിയിറക്കത്തിലേക്ക് ജലനിരപ്പ് താഴുന്ന കാലയളവാണ് എബ്ബ്. ഒരു വേലിയേറ്റത്തിൽ നിന്നും വേലിയിറക്കത്തിലേക്ക് ജലനിരപ്പ് താഴുന്ന കാലയളവാണ് എബ്ബ്. ഒരു വേലിയിറക്കത്തിൽ നിന്നും വേലിയേറ്റത്തിലേക്ക് ജലനിരപ്പ് ഉയരുന്ന കാലയളവാണ് ഫ്ലോ അഥവാ ഫ്ലഡ്. ഒരു വേലിയിറക്കത്തിൽ നിന്നും വേലിയേറ്റത്തിലേക്ക് ജലനിരപ്പ് ഉയരുന്ന കാലയളവ് ഫ്ലോ അഥവാ ഫ്ലഡ്. ഒരു വേലിയേറ്റത്തിൽ നിന്നും വേലിയിറക്കത്തിലേക്ക് ജലനിരപ്പ് താഴുന്ന പ്രക്രിയ താഴുന്ന കാലയളവ് എബ്ബ്. ഒരു വേലിയിറക്കത്തിൽ നിന്നും വേലിയേറ്റത്തിലേക്ക് ജലനിരപ്പ് ഉയരുന്ന കാലയളവ് ഫ്ലോ അഥവാ ഫ്ലഡ്. നെക്സ്റ്റ്, വേലികളുടെ പ്രാധാന്യം നോക്കാം. നാവികർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായകമാണ്. സമുദ്ര സഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവയാണ് വേലികളുടെ പ്രാധാന്യം. അഴിമുഖങ്ങളിൽ നിന്നും അവസാദങ്ങളും മലിനജലവും നീക്കം ചെയ്യുന്നത് വേലികൾ സഹായകമാണ്. വൈദ്യുതോൽപാദനത്തിനായി വേലികളെ പ്രയോജനപ്പെടുത്തുന്നു. വേലികളുടെ പ്രാധാന്യമാണ് നാവികർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്നു. സമുദ്രജലത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അഴിമുഖങ്ങളിൽ നിന്നും അവസാദങ്ങളിൽ നിന്നും മലിനജലം നീക്കം ചെയ്യുന്നതിന് വേലികൾ സഹായകമാണ്. വൈദ്യുതോൽപാദനത്തിനായി വേലികളെ പ്രയോജനപ്പെടുത്തുന്നു. നെക്സ്റ്റ് പറയുന്നു ഫോക്കസ് ഏരിയയിലെ പാർട്ട് 2 ചാപ്റ്റർ 1 ഇന്ത്യയുടെ സ്ഥാനം. ഫോക്കസ് ഏരിയയിലെ പാർട്ട് 2 ചാപ്റ്റർ 1 ഇന്ത്യയുടെ സ്ഥാനമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു. നോട്ട് ചെയ്യണം, ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 3.28 ചതുരശ്ര കിലോമീറ്റർ. ലോക വിസ്തൃതിയുടെ 2.4% ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ലോക വിസ്തീർണത്തിൻ്റെ 2.4% ഇന്ത്യയുടെ വിസ്തീർണം. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ അഥവാ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്.
ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ. പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ അഥവാ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലോക വിസ്തൃതിയുടെ 2.4% ഇന്ത്യൻ വിസ്തീർണം. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയുടെ തെക്കേയറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരിയുമാണ്. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരി. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ. തീരത്തു നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തി 12 നോട്ടിക്കൽ മൈൽ. തീരത്തു നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യ അതിർത്തിയാണ് 12 നോട്ടിക്കൽ മൈൽ. 12 നോട്ടിക്കൽ മൈൽ 21.9 കിലോമീറ്റർ. 12 നോട്ടിക്കൽ മൈൽ 21.9 കിലോമീറ്റർ. രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലമാണ് 111 കിലോമീറ്റർ. രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ. അക്ഷാംശ രേഖാംശങ്ങളുടെ ഉപയോഗം സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ. എന്താണ് അക്ഷാംശ രേഖാംശങ്ങളുടെ ഉപയോഗം? സ്ഥലങ്ങളുടെ സ്ഥാന നിർണ്ണയത്തിന് അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുന്നു. രേഖാംശങ്ങളുടെ ഉപയോഗമാണ് സമയം കണക്കാക്കുന്നത്. സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് രേഖാംശങ്ങളാണ്. സ്ഥലങ്ങളുടെ സ്ഥാനനിർണ്ണയത്തിന് സഹായിക്കുന്നത് അക്ഷാംശ രേഖാംശങ്ങളും സമയം കണക്കാക്കുന്നത് രേഖാംശങ്ങളുമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം 30. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം 30. ഗ്രീൻവിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശവും കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. ഗ്രീൻവിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. ഇന്ത്യയുടെ കിഴക്കേയറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം ഏകദേശം 30 മിനിറ്റ്. നോട്ട് ചെയ്യണം, ഇന്ത്യയുടെ കിഴക്കേയറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം ഏകദേശം 30 മിനിറ്റ്. ഇന്ത്യയുടെ മാനക സമയം ഗ്രീൻവിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. നോട്ട് ചെയ്യണം, ഇന്ത്യയുടെ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. ഇന്ത്യയുടെ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശം. ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശം. ഗ്രീൻവിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. ഗ്രീൻവിച്ച് രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം കൂടുന്നു. പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേയറ്റമാണ് കന്യാകുമാരി. എന്നാൽ ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ. തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യ അതിർത്തിയാണ് 12 നോട്ടിക്കൽ മൈൽ. 12 നോട്ടിക്കൽ മൈൽ കിലോമീറ്ററിൽ പറഞ്ഞാൽ 21.9 കിലോമീറ്റർ. രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലമാണ് 111 കിലോമീറ്റർ. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്.
ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റ് മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യയെ ഏകദേശം 2 പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയെ ഏകദേശം 2 പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് ചോദിച്ചാലും ഉത്തരം ഉത്തരായന രേഖ. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്നത് 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക്. ഉത്തരായന രേഖ കടന്നു പോകുന്നത് 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക്. ഇന്ത്യയെ ഏകദേശം 2 പകുതികളായി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയുടെ അക്ഷാംശം 23 ഡിഗ്രി 30 മിനിറ്റ് വടക്ക്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. നോട്ട് ചെയ്യണം, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശം 6100 കിലോമീറ്റർ. ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശം 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ ദ്വീപസമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ തീരപ്രദേശം 7517 കിലോമീറ്റർ. ഇന്ത്യയുടെ ആകെ കടൽത്തീര ദൈർഘ്യം 7517 കിലോമീറ്റർ. ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽരാജ്യമായ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. നെക്സ്റ്റ് പറയുന്നു, എന്താണ് ഉൾക്കടൽ? കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊള്ളുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. ഉദാഹരണം, പാക് കടലെടുക്ക്, ജിബ്രാൾട്ടർ കടലെടുക്ക്. കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽ ഭാഗമാണ് കടലെടുക്ക്. ഉദാഹരണം, പാക് കടലെടുക്ക്, ജിബ്രാൾട്ടർ കടലെടുക്ക്. നെക്സ്റ്റ്, കരയിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഉൾക്കടൽ. കരയിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഉൾക്കടൽ. ഉൾക്കടലിന് ഉദാഹരണമാണ് പേർഷ്യൻ ഗൾഫ്, ഗൾഫ് ഓഫ് കച്ച്. കരയിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഉൾക്കടൽ. ഉൾക്കടലിന് ഉദാഹരണമാണ് പേർഷ്യൻ ഗൾഫ്, ഗൾഫ് ഓഫ് കച്ച്. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം നോക്കാം. വടക്ക് ഹിമാലയ പർവ്വതം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, സുലൈമാൻ മലനിരകൾ, വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ, തെക്ക് അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാൽ അതിരിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നോട്ട് ചെയ്യണം, വടക്ക് ഹിമാലയ പർവ്വതം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, സുലൈമാൻ മലനിരകൾ, വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ, തെക്ക് അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം
എന്നിവയാൽ അതിരിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. നോട്ട് ചെയ്യണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണ നിർവഹണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണ നിർവഹണ പ്രദേശം ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേയറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. നോട്ട് ചെയ്യണം, ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്, ഇന്ത്യയുടെ കിഴക്കേയറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. എന്നാൽ ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണ നിർവഹണ കേന്ദ്രം ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണ നിർവഹണ പ്രദേശം ലഡാക്ക്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേയറ്റത്തുള്ള ഭരണ നിർവഹണ കേന്ദ്രം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് സമൂഹവും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപും. ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപും. എക്സാമിന് ചോദിക്കാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്ത ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് പവിഴപ്പുറ്റ് ദ്വീപ് എന്നറിയപ്പെടുന്നു. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ. നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും ഫോക്കസ് ഏരിയയിൽ പറയുന്നത് കൊണ്ട് അതുകൂടി ഉൾപ്പെടുത്തുന്നു. ഒരു പ്രാവശ്യം വായിച്ചു പോകാം, എല്ലാവരും ശ്രദ്ധിക്കുക. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഹൈദരാബാദ്. അരുണാചൽ പ്രദേശ് തലസ്ഥാനം ഇറ്റാനഗർ. ആസാം തലസ്ഥാനം ദിസ്പൂർ. ബീഹാർ പാട്ന. ബീഹാറിന്റെ തലസ്ഥാനമാണ് പാട്ന. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂർ. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂർ. ഗോവയുടെ തലസ്ഥാനം പനാജി. ഗോവയുടെ തലസ്ഥാനം പനാജി. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംല. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഷിംല. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂർ. കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂർ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇൻഫാൽ. മണിപ്പൂരിന്റെ തലസ്ഥാനം ഇൻഫാൽ. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. പഞ്ചാബിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂർ. രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂർ. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. നെക്സ്റ്റ് കേന്ദ്രഭരണ പ്രദേശവും അവയുടെ തലസ്ഥാനവും നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ് തന്നെയാണ്. ചണ്ഡീഗഡിന്റെ തലസ്ഥാനം ചണ്ഡീഗഡ്. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവയുടെ സംയുക്ത തലസ്ഥാനമാണ് ദാമൻ. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവയുടെ തലസ്ഥാനം ആണ് ദാമൻ. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനം വേനൽക്കാലത്ത് ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മുവുമാണ്.
ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനം വേനൽക്കാലത്ത് ശ്രീനഗറും ശൈത്യകാലത്ത് ജമ്മുവുമാണ്. ലഡാക്കിന്റെ തലസ്ഥാനം വേനൽക്കാലത്ത് ലേയും ശൈത്യകാലത്ത് കാർഗിലുമാണ്. ലഡാക്കിന്റെ തലസ്ഥാനം വേനൽക്കാലത്ത് ലേയും ശൈത്യകാലത്ത് കാർഗിലുമാണ്. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി തന്നെയാണ്. കേന്ദ്രഭരണ പ്രദേശം തലസ്ഥാനവും ഒന്നുകൂടി നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡ്. ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു തലസ്ഥാനം ദാമൻ. ജമ്മു കാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറും ശൈത്യകാല തലസ്ഥാനം ജമ്മുവുമാണ്. ലഡാക്കിന്റെ വേനൽക്കാല തലസ്ഥാനം ലേ, ശൈത്യകാല തലസ്ഥാനം കാർഗിൽ. ഡൽഹിയുടെ തലസ്ഥാനം ഡൽഹി തന്നെയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.